എല്ലാവർക്കും നമസ്കാരം. ഇന്നെനിക്കിന്നൊരു പ്രശ്നം ഉണ്ടായി. അത് ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ചു. എൻ്റെ മോൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഇന്ന് ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഓഫീസിൽ നിന്ന് ഇറങ്ങി. വന്ന വഴിക്ക് വെച്ച് ലുലു മാളിൻ്റെ അടുത്ത് വെച്ചായിട്ട് എൻ്റെ വണ്ടി നിന്നു. കാരണം പെട്രോൾ തീർന്നു, വണ്ടി നിന്നു. അവിടെ തൊട്ടടുത്തതിനൊരു പമ്പുണ്ട്. അപ്പോഴത്തേനും ഞാൻ അവിടെ തറയിലൊരു ബോട്ടിൽ ഇടുന്ന അതെടുത്ത് നേരെ പെട്രോൾ പമ്പിലോട്ട് പോയി. നടന്നു പോയി പെട്രോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ബോട്ടിൽ തരാൻ പറ്റത്തില്ല. ഫില്ല് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു ബോട്ടിൽ തരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ വണ്ടി തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്, അപ്പോൾ അവിടെ ഒതുക്കി വെച്ചിരിക്കുകയാണ്, പെട്രോൾ തീർന്നതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല, ഓഫീസിനകത്തൊന്ന് പോയി ചോദിച്ചു നോക്കാം. ഓഫീസിനകത്ത് പോയി ഓഫീസിൽ 2 പയ്യന്മാരുണ്ടായിരുന്നു കയറി പോകണം അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയിൽ പെട്രോൾ തീർന്ന് ബോട്ടിൽ ചോദിച്ചപ്പോഴത്തേനും അവർ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇവിടെ ക്യാനുണ്ട്, ക്യാന് തരാം, ക്യാനിൽ വാങ്ങിച്ച് കൊണ്ടൊഴിച്ചിട്ട് ക്യാന് തിരിച്ചു കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ക്യാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു 500 രൂപ ഇവിടെ വച്ചിട്ട് വേണം ക്യാൻ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കണ്ണ് തള്ളി, 500 രൂപയാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ 500 രൂപയില്ല, എൻ്റെ പെട്രോളിനുള്ള പൈസയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് എനിക്ക് ക്യാന് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്താണ് എന്ന് വെച്ചാൽ കുറച്ച് ദൂരം പോയാൽ മതി, അവിടെയാണ് ഇരിക്കുന്നത്, എനിക്കൊന്ന് ബോട്ടിൽ തന്നാലും മതി, അല്ലെങ്കിൽ നിങ്ങളിവിടെ നിന്ന് നോക്കിയാലും മതി, ഞാൻ അവിടെ കൊണ്ടൊഴിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ട് തരാം. അവർ ബോട്ടിൽ തന്നില്ല, എനിക്ക് ക്യാനും തന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മലയൻകീഴ് വരെ പോകണം, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, കൊച്ചിതുപോലെ സ്കൂളിൽ സുഖമില്ലാതിരിക്കുകയാണ്, എനിക്കൊന്ന് എങ്ങനെയൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ല ചേച്ചി തരാൻ പറ്റത്തില്ല, ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാനൊന്ന് ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഓഫീസിനകത്ത് വേറൊരാളിരിപ്പുണ്ട് അതിനകത്ത്. അപ്പം ഞാൻ തിരിച്ച് വീണ്ടും കയറി വന്നിട്ട് ഞാൻ കേട്ട് മാനേജറുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു അത് അകത്തുള്ളത് മാനേജറാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കാം. ഞാൻ അകത്ത് കയറി മാനേജറടുത്ത് കാര്യം പറഞ്ഞു, സാർ ഇതുപോലെയാണ് എൻ്റെ വണ്ടി തൊട്ടപ്പുറത്ത് ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, അപ്പോൾ ക്യാനിന് 500 രൂപ അടയ്ക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം തിരിച്ച് തരും, അവർ പൈസ തിരിച്ച് തരും, ക്യാൻ കൊണ്ട് കൊടുക്കുമ്പോഴത്തേനും പൈസ അവർ തിരിച്ച് തരും. പക്ഷേ അതുവരെ അവർക്ക് എന്തെങ്കിലും ഒരു ഗ്യാരൻറ്റിക്ക് വേണ്ടിയിട്ടാണ് 500 രൂപ അവർ ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ 500 രൂപ ഇല്ലല്ലോ കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു സാറിൻ്റെ ഇതുപോലെ ക്യാഷ് ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഇവിടെ വച്ചിട്ട് ക്യാൻ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ, പോയിട്ട് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊണ്ട് തന്നാൽ മതി, ക്യാന് തിരിച്ചു തരും എന്നൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് സാധനം ഇവിടെ വാങ്ങിച്ച് വയ്ക്കണത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ബാഗ് വെച്ചിട്ട് ഞാൻ ക്യാന് വാങ്ങിച്ചിട്ട് പോയിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ട് തരാം എന്ന് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, ഹെൽമെറ്റ് എന്തെങ്കിലും വെച്ചിട്ട് പോയാൽ മതി, ബാഗ് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഹെൽമെറ്റും വെച്ചിട്ട് ക്യാനും വാങ്ങിച്ച് പെട്രോൾ തന്നു, ഞാൻ തിരിച്ചു കൊണ്ട് ക്യാനും കൊടുത്തു വന്നു. പക്ഷേ എനിക്ക് പ്രശ്നം അതല്ല, ഇപ്പം നമ്മൾ ഒരിടത്ത് പെട്ടു, ആ ഓഫീസിനകത്തിരുന്ന പയ്യൻ്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. കാരണം മാനേജർ നല്ലൊരു മാനേജറാണ്, പമ്പും നല്ല ഫില്ലിങ്ങിനൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. പക്ഷെ ആ കയറിപ്പോയ സ്ഥലത്തുണ്ടായിരുന്ന പയ്യൻ എന്ന് വെച്ചാൽ ഞാൻ കെഞ്ചണ രീതിക്ക് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ ശരി അവന് അതിൻ്റെതായ ഒരു റൂള് കാണും, ഒരിക്കലും കൊടുക്കരുത്. പക്ഷെ അവൻ്റെ അടുത്തൊരു വാക്ക് പറയാം, ചേച്ചി അകത്ത് മാനേജറുണ്ട്, ചേച്ചി ഒന്ന് പോയി സംസാരിച്ച് നോക്ക്, ചിലപ്പം എന്തെങ്കിലും പറയുമായിരിക്കും, നമുക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ശരി. പക്ഷേ ഇവൻ എന്തോ പറയാനായിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു ഇല്ല ചേച്ചി തരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്നിട്ട് വീണ്ടും ചോദിക്കണം, ഞാൻ വീണ്ടും അവിടെ കുറച്ച് നേരം നിന്ന് ഒന്ന് എങ്ങനെയെങ്കിലും സഹായിക്കണമെങ്കിലോ എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും കുറച്ച് നേരം നിന്ന്. അപ്പോഴത്തേനും അവൻ മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പോയിട്ട് അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മലയൻകീഴ് വരെ പോകണം, എന്നെ സഹായിക്കണം, എനിക്ക് പെട്രോൾ തീർന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഇതായിട്ടോടെ നിൽക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇല്ല ചേച്ചി ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്നിങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞു. പെട്രോൾ കൊടുക്കത്തില്ല എന്നെഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവന് വേറെ ഒന്നും ചെയ്യണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് പറയാമല്ലോ ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അകത്ത് മാനേജറായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. അകത്ത് മാനേജറുള്ള കാര്യം പോലും അവൻ പറഞ്ഞില്ല. പക്ഷേ അകത്തൊരാൾ ഇരിപ്പുള്ളത് ഞാൻ കണ്ടിരുന്നു, കയറിപ്പോയ സമയത്ത് കണ്ടായിരുന്നു. പക്ഷേ ആരെന്നറിയത്തില്ലല്ലോ. എന്നിട്ടും ഞാൻ 2 മനസ്സായിരുന്നു, ചോദിക്കണോ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് തിരിച്ച് കയറിപ്പോയി ചോദിച്ചത് എനിക്ക് മാനേജറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് അകത്തിരിക്കുന്ന മാനേജറാണ്. അതും ദേഷ്യത്തോടാണ് പറഞ്ഞത്. ഇത്രയും പ്രശ്നങ്ങളാണ് ഇന്ന് ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടെ ഒന്ന് അറിയിച്ചിരിക്കാം. കാരണം ആർക്കെങ്കിലും എന്താ പറയാനായിട്ട് എവിടെയെങ്കിലും പെട്ടുപോയാലോ
പമ്പിലുള്ളവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. എല്ലാവരുടെ കയ്യിലും എപ്പോഴും പൈസ കാണണമെന്നില്ലല്ലോ. പിന്നെ അവിടുത്തെ പോലത്തെ മാനേജറായിരിക്കണമെന്നില്ല എല്ലായിടത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വോയിസ് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഒന്നാമത് വയ്യ, രണ്ടാമത്തെ കാര്യം മൈക്കില്ല സംസാരിക്കാനായിട്ട്, ഫോണിലാണ്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ ശരി, ബൈ.